ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്നൊരു മഹാവിശുദ്ധനെ നമ്മൾ ഓർക്കുക. ജോൺ മരിയ വിയാനി, വൈദികരുടെ മധ്യസ്ഥനാണ്. ഇന്ന ദിവസം നമുക്ക് എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അവരെ എല്ലാ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടവരട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴാണ് തർക്കങ്ങൾ ഉണ്ടാവുകയാണ് പാരമ്പര്യത്തിൻ്റെ പേരിൽ. ഈ തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാരമ്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക എന്നുള്ളതാണ്. കാരുണ്യവും സ്നേഹവും വറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈശോ പറയുക, ഇതൊക്കെ പിഴുതു മാറ്റപ്പെടും. ദൈവപിതാവ് നട്ടതല്ലാത്തതെല്ലാം പിഴുതു മാറ്റപ്പെടും. സ്നേഹവും കാരുണ്യവും ഇല്ലാതെ നിയമങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ടിരിക്കുന്ന, ചിട്ടകളിൽ മാത്രം ഒതുക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളൊക്കെ പിഴുതു മാറ്റപ്പെടും. ഈശോ പഠിപ്പിച്ചത് സ്നേഹവും കാരുണ്യവും മാത്രമേ ഉള്ളൂ. മാർജിനില്ലാതെ സ്നേഹിക്കുവാനായിട്ട്, എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട്, എല്ലാവരിലേക്കും പെയ്തിറങ്ങുവാനായിട്ട്. അതാണ് ഈശോ പഠിപ്പിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്താരീതികളും സ്വഭാവ പ്രത്യേകതകളും എടുത്തു മാറ്റപ്പെടുമെന്ന് ഈശോ പറയും. ഈശോയോട് ചേർന്ന് സ്വർഗം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിരന്തര സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ എന്ന്, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ, അവരൊക്കെ സ്വർഗത്തിലെ ഏറ്റവും ഇണങ്ങിയ വ്യക്തികളായിരിക്കും. എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ട സംരക്ഷണവും അനുഗ്രഹവും എല്ലാം നിന്റെ നാമത്തിൽ ഈ വ്യക്തിയിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ ദൈവം.